13 എസെൻഷ്യലിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ് സെറ്റ് ദി പ്രയോറിറ്റി. നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എന്താണ് ഇതിന്റെ ഏറ്റവും വലിയ റെലവൻസ്. ജീവിതത്തിൽ നമ്മൾ നിരവധി വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, നിരവധി ഡ്രീം ബിൽഡ് ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഒരു ബൂട്ട് ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ബൂട്ട് ക്യാമ്പ് എന്ന് പറയണമെങ്കിൽ റെസിഡൻഷ്യൽ ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ട ചില ടിപ്സും സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ബൂട്ട് ക്യാമ്പ്. സോ ഇത്തരത്തിലൊരു ബൂട്ട് ക്യാമ്പിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറണം എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രീം ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് അദ്ദേഹം വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു ജോബിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ ജോബിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രീം. സോ അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിട്ട് ഡ്രീം ഒക്കെ ഫിക്സ് ചെയ്തു, വളരെ സയന്റിഫിക് ആയിട്ട് ഡയറ്റ് ഫിക്സ് ചെയ്തു, ഗോളാക്കി മാറ്റി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ആ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഞാൻ വിളിച്ച സമയത്ത് അദ്ദേഹം ഫോൺ എടുത്തില്ല. അന്ന് വൈകിട്ടായ സമയത്ത് എനിക്ക് അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് തിരക്ക്. അല്ല ഒന്നുമില്ല, എൻ്റെ ബോസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ബോസിന്റെ കൂടെ ആയിരുന്നു ഇന്ന് ഫുൾ ഉണ്ടായിരുന്നത്. ഓക്കെ. പിന്നീട് 1-2 ദിവസം കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം പറയാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു സമയം വേണം. എന്തിന്? വെസ്റ്റേജ് ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല ആകെ ജോബിൽ കുറച്ചധികം കൂടുതലായിട്ടുള്ള കുറച്ച് ടാർഗറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഒറ്റ കാര്യമാണ് ചിന്തിച്ചത്, എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഖ്യത എന്താണെന്നാണ് ചിന്തിച്ചത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെമ്പററി ആയിട്ടുള്ള സുഖങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നമുക്കൊരു സ്റ്റോറി ആയിട്ട് ഇതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ടോം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന വ്യക്തിയാണ്. ജെറി ഒരു കുഞ്ഞി എലിയാണ്. പക്ഷെ ജെറിയെ ഓടിക്കുന്ന സമയത്ത് ജെറി ഒരു വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടുന്നു, ഒരു മാളത്തിന്റെ ഉള്ളിൽ കയറി പോകുന്നു. ഒരു പൂച്ചയും എലിയും എന്നുള്ള രീതിയിൽ സിറ്റുവേഷനിൽ എടുത്താൽ മതി. ഇപ്പൊ ടോമും ജെറിയും വേറൊരു കോമിക് ക്യാരക്ടറാണ്. ഓക്കെ. എലിയെ പൂച്ച എന്തിനാ ഓടിക്കുന്നത്? അതിന്റെ ആ നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തുകൊണ്ട് എലി ജയിക്കുന്നു? അതൊറ്റ കാരണമേ ഉള്ളൂ, എലി ഓടിയത് ആ എലിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പൂച്ച ഓടിയത് അതിന്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്തിനു പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് ജോബ് എന്ന് പറയുന്നത് എന്താ? ലൈഫാണോ ലഞ്ചാണോ? ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ റീൽസ് ഒക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്ന നിരവധി വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. ഹെൽത്തി ആയിട്ട് മാറണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയും, പ്രത്യേകിച്ചും ജനുവരി 1-ാം തീയതിക്ക് ശേഷം ജിമ്മിലൊക്കെ പോയിക്കാൽ വളരെയധികം തിരക്കായിരിക്കും. അവിടെ നമുക്ക് കയറാൻ പറ്റില്ല. റെഗുലർ ആയിട്ട് പോകുന്ന വ്യക്തികൾ ഒരിക്കലും ആ ന്യൂ ഇയറിന്റെ ഫസ്റ്റ് സമയങ്ങളിൽ നോർമലി ജിമ്മിൽ പോകാറില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അത്രമാത്രം തിരക്കാണ്. രാവിലെ എഴുന്നേൽക്കുക, ഉണർന്ന് എഴുന്നേൽക്കുക, വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഹെൽത്തി ആയിട്ട് മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ രാവിലെ ഉണരുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ട്. 2 കാര്യത്തിന് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഒന്നുകിൽ ഉറക്കം, ഒന്നും കൂടെ നമുക്കൊന്ന് മറഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രയോറിറ്റി കൊടുക്കാം. അതല്ല എങ്കിൽ ഉണർന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പ്രയോറിറ്റി കൊടുക്കാം. എപ്പോഴും സുഹൃത്തെ നിങ്ങൾ മനസ്സിലാക്കുക, ഉണർന്ന് എഴുന്നേൽക്കുന്നവന് മാത്രമാണ് ജീവിതത്തിൽ വിജയം എന്നത് പോസിബിൾ ആയിട്ടുള്ളത്. സോ എന്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ വിജയിക്കുന്ന ഏത് വ്യക്തിയുടെയും പിന്നിൽ അദ്ദേഹം ചൂസ് ചെയ്യുന്ന കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. വെസ്റ്റേജ് ബിസിനസ്സിൽ എന്തുകൊണ്ടാണ് വിന്നിംഗ് ടീം ഒരു യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഒരു അഭേദ്യമായിട്ടുള്ള സിസ്റ്റം ആയിട്ട് മാറുന്നത്? അത് പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ വളരെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് എഴുന്നേൽക്കണം, അതിലുള്ള വളരെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് പവർ എന്തായിരിക്കും? അതാണ് നമ്മൾ ഇവിടെ അറിഞ്ഞറിയാതെ ഒരു വ്യക്തിയിൽ ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണോ? നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ലൈഫിൽ വിജയിക്കാൻ സാധിക്കില്ല. ഞാൻ എൻ്റെ വേദിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ബിസിനസ് പ്ലാൻ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ അവിടുത്തെ ഒരു വർക്കിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ഞാൻ 2017 ആ ഒരു കാലഘട്ടത്തിൽ വെസ്റ്റേജിൽ വരുന്ന സമയത്ത് അടുത്തൊരു 1.5 വർഷത്തേക്കുള്ള ഷെഡ്യൂള് എനിക്കുണ്ടായിരുന്നു. വേദിക് ഫീൽഡിൽ ഞാൻ വളരെ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നെ ആ ഒരു ഫീൽഡിൽ അറിയുന്ന വ്യക്തികൾക്ക്. ബട്ട് ഞാൻ ഈ പ്ലാൻ കണ്ട സമയത്ത് ഞാൻ ഫസ്റ്റ് തിരിച്ചറിഞ്ഞ ഒരു കാര്യം, എനിക്ക് അത് 100% ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കില്ല. സോ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എൻ്റെ മക്കൾ വരെ, അടുത്ത തലമുറകൾ വരെ ഓർത്തിരിക്കുന്ന പാസീവ് ഇൻകം ബിൽഡ് ചെയ്യലാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം,
എൻ്റെ അവിടുത്തെ അപ്രോക്സിമേറ്റ്ലി ഒരു 80% ഷെഡ്യൂളുകളും ഞാൻ മാറ്റി. 20% ഞാൻ കളഞ്ഞില്ല. കാരണം എനിക്ക് ആക്റ്റീവ് ഇൻകം വേണം. ആക്റ്റീവ് ഇൻകം ഇല്ലാതെ വെസ്റ്റേജ് ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. സോ ഡയറക്റ്റ് സെല്ലിംഗിൽ ഫസ്റ്റ് നമുക്ക് കുറച്ച് ആക്റ്റീവ് ഇൻകം വേണം. ബട്ട് എൻ്റെ മെയിൻ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഞാൻ അവിടുന്ന് മാറ്റിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ബാക്കി 80% എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിലും നടക്കുന്ന 20% എന്ന് പറയുന്നത് ഞാൻ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന, അതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഡ്രീമിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബിസിനസ് പ്ലാൻ പ്രസന്റ് ചെയ്യണം, അതല്ല എങ്കിൽ ഒരു ഫിലിമിന് പോകണം. ഏതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം? മൈൻഡ് പറയും സിനിമ ബെസ്റ്റാണ്, പ്രേമലു ഇറങ്ങിയിട്ടുണ്ട്, നല്ല പടമാണ്, പോയില്ലെങ്കിൽ നഷ്ടമാണ്. പക്ഷേ മൈൻഡ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുക. ബട്ട് ഡ്രീം ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുക? ഒരുപക്ഷെ ഞാൻ ഇന്ന് പോയി പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ലൈഫിലെ എൻ്റെ ടീമിലേക്ക് ഞാനൊരു പുതിയൊരു ക്രൗണിനെയാണ് ഞാൻ അവിടെ പ്രോസ്പെക്ട് ചെയ്യുന്നത്. എൻ്റെ ടീമിലേക്ക് ഒരു പുതിയൊരു ക്രൗൺ ആണ് വരാൻ പോകുന്നത് എന്നുള്ള ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അതാണ് ഡ്രീം ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുക. സോ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഡ്രീം. ഞാനൊരു ഫിലിം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഫിലിംസ് നമ്മളെ വളരെയധികം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. അതിന് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആക്കുന്നതും നെഗറ്റീവ് ആക്കുന്നതും ഫിലിംസ് ആണ്. സോ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന് പറയുന്ന ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു നായ ശ്രീനിവാസനെ ഓടിപ്പിക്കുന്നു. ശ്രീനിവാസൻ സൈക്കിളിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടിപ്പോകുന്നു. അവസാനം ശ്രീനിവാസൻ ഇങ്ങനെ ആഞ്ഞു ചവിട്ടി. അവസാനം എന്തുണ്ടായി? ശ്രീനിവാസൻ ഇങ്ങനെ നേരെ പോയി ഒരു കടയിൽ പോയി ഇടിച്ചു. അവിടെ ചെന്ന് ആ കടക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പട്ടി. അപ്പൊ അദ്ദേഹം ഒരു പെടപടച്ചു കൊടുക്കുന്ന ആ സീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നീട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ നായ അവിടെ ഇല്ല. ആ നായ അവിടെ പോയി. ആ നായ ഒരു മീൻകാരൻ അവിടെ ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ തിരിച്ച് അങ്ങോട്ട് പോയി. ഞാൻ പറയുന്ന ഒരു കാര്യം, നായയുടെ ഡ്രീം എന്തായിരുന്നു? ശ്രീനിവാസനെ കടിക്കലായിരുന്നോ അതോ മീൻ കഴിക്കലായിരുന്നോ? നായയുടെ പർപ്പസ് എന്തായിരുന്നു? നായ എന്തിനാണ് അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞു വിട്ടത്? നമ്മുടെ ലൈഫിൽ ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാവരും അത്തരത്തിലൊരു നായകളാണ്. ശരിക്ക് ദൈവം നമ്മളെ വിട്ടിട്ടുള്ളത് എന്തിനാണ്? നമ്മളെ വിട്ടിട്ടുള്ളത് നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ഉണ്ടുറങ്ങി നടക്കാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ ഈ ജീവിതം നമ്മൾ മാറ്റിവെക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. ഡ്രീം ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഡോപ്പോമൈൻ എന്നാണ് പറയാ. ഡോപ്പോമൈന്റെ പണി എന്ന് പറയുന്നത് നമുക്ക് കുറെ സുഖങ്ങൾ, മനസ്സുഖങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു അനുഭൂതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോപ്പോമൈൻ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പൊ ഒരുപക്ഷെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കണം എന്നുള്ളത് പോലും പ്രത്യേകിച്ച് എന്താണ്? ഡോപ്പോമൈൻ ആണ്. ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്ലൈറ്റിലിരിക്കുന്ന സമയത്ത് പോലും ഒരു ടെൻഷനാണ്. ആകെ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഫോൺ കിടക്കുന്നത് എയർപ്ലെയിൻ മോഡിലാണ്, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ്, എന്നിട്ട് പോലും ഒരു ടെൻഷനാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കും. ബേസിക്കലി അതെന്താണ്? ഡോപ്പോമൈൻ ആണ്. നമുക്ക് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള തരത്തിൽ, ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരെണ്ണം കൂടെ വലിക്കണം എന്ന് തോന്നുന്നത് ഡോപ്പോമൈൻ ആണ്. നമുക്കറിയാം ഇത് വലിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാന്ന് അറിയാമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഡോപ്പോമൈൻ ആണ്. സോ സെറ്റ് ദ പ്രയോറിറ്റി എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സയന്റിഫിക് ആയിട്ട് മാറണമെങ്കിൽ ഈ ഡോപ്പോമൈൻ എന്ന് പറയുന്ന ഹോർമോണിനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ കഴിയണം. ഒരു ബുക്ക് തന്നെ ഉണ്ട്, ഡോപ്പോമൈൻ ഡീടോക്സിഫിക്കേഷൻ എന്നൊരു ബുക്ക് ഉണ്ട്. ഞാനത് വായിച്ച സമയത്ത് എനിക്ക് വളരെയധികം എൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു ഇൻസൈറ്റ്, ഞാൻ എൻ്റെ ഒരുപാട് സമയം വേസ്റ്റ് ആക്കി കളയുന്നു എന്നുള്ള ലെവലിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ലൈഫ് പ്രയോറിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് മിക്കവാറും ആൾക്കാരുടെ ഉണ്ടാവുക. നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. പലപ്പോഴും നമുക്ക് ദൈവം നമ്മൾ അറിഞ്ഞറിയാതെയോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആ ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊഫഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജോബ് പോലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഹോബീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. സിനിമകൾ കാണാനും അങ്ങനെ പല കാര്യങ്ങൾക്കും, റിക്രിയേഷൻസിന് നമ്മൾ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ദെൻ പലപ്പോഴും പല വ്യക്തികളും വെസ്റ്റീജ് ബിസിനസ്സിൽ വരുന്ന സമയത്ത് വെസ്റ്റീജിനും പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ അല്ലെങ്കിൽ വെസ്റ്റീജിൽ വിജയിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രയോറിറ്റി എന്തായിരിക്കും? പല ആൾക്കാരും ഏറ്റവും അവസാനമായിട്ടാണ് വെസ്റ്റീജിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പല ആളുകളും ഈ ബിസിനസ്സിലൂടെ ഒരു എക്സൽ ചെയ്യുന്നതിൽ വളരെയധികം പിന്നിലേക്ക് നിൽക്കുന്നത്. വെസ്റ്റീജ് ബിസിനസ്സിൽ എക്സൽ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ വെസ്റ്റീജിന്റെ പ്ലാൻ കണ്ട സമയത്ത് ചില ആൾക്കാർ എന്നെ എടുത്ത് ചോദിക്കും, നിങ്ങൾക്കൊക്കെ ഭയങ്കര കഴിവുണ്ടായിട്ടല്ലേ വിജയിച്ചത്? എന്റെ കഴിവ് എന്താണെന്നുള്ളത് എന്റെ അപ്ലയൻസിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂ. ഞാൻ അന്ന് എന്തായിരുന്നു, എന്റെ പ്ലാൻ എന്തായിരുന്നു, എനിക്ക് സംസാരിക്കാൻ എന്റെ ശേഷി എന്തായിരുന്നു, എന്റെ പവർ എന്തായിരുന്നു ചോദിച്ചു നോക്കൂ. അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഞാൻ അബ്സല്യൂട്ട്ലി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള ഒരു
കാര്യം ഞാൻ മാറ്റിയെടുത്തിട്ടുള്ളത് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് 6ാമത്തെ പ്രയോറിറ്റി ആയിരിക്കും വെസ്റ്റീജ് എന്നുള്ളത്. അതിനെ ഞാൻ 3ഓ 4ഓ ആ റേഞ്ചിലേക്ക് ഞാൻ മാറ്റി എന്നുള്ളതാണ്. ജോബിന് പ്രയോറിറ്റി കൊടുക്കണ്ട എന്നുള്ളതല്ല, ബട്ട് അവിടെ നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യാം, പക്ഷെ മെന്റലി മൈൻഡിൽ ഏത് സമയത്തും ഉണ്ടാവേണ്ടത് വെസ്റ്റീജ് തന്നെയാണ്. നിങ്ങൾ വെസ്റ്റീജിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നില്ല. വെസ്റ്റീജ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് സുഹൃത്തെ നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ വലിയ ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്നുണ്ടാവും. എൻ്റെ ലൈഫിലെ പ്രയോറിറ്റി വെസ്റ്റീജ് ആയിരുന്നു. എൻ്റെ ലൈഫിന്റെ പ്രയോറിറ്റി എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. എനിക്ക് ഇതിലൂടെ പ്രൂവ് ചെയ്യണം. സോ ആ സമയത്ത് എനിക്ക് എന്താണ് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്നുള്ളത് വിഷയമല്ല, എൻ്റെ മെന്റൽ കണ്ടീഷൻ എന്താന്നുള്ളത് വിഷയമല്ല. ഞാൻ നെർവസ് ആണോ, ഞാൻ വളരെയധികം ഹാപ്പി ആണോ, അല്ലെങ്കിൽ വളരെയധികം ഡെസ്പാണോ, വിഷയമല്ല. എൻ്റെ പ്രയോറിറ്റി എൻ്റെ ഫിസിക്കൽ കണ്ടീഷനോ ഒന്നുമല്ല. എൻ്റെ പ്രയോറിറ്റി എൻ്റെ ഡ്രീമാണ്. തിരൂരിൽ പോയിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്ത് വരുന്ന സമയമാണ്. നമ്മുടെ അനീഷ് ചെമ്പ്ര അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ പ്രസന്റ് ചെയ്ത് വരുന്ന സമയമാണ്. അന്ന് രാത്രി ഏകദേശം 1 മണിക്കാണ് ഞാൻ ഈ സ്ലാബിന്റെ ഉള്ളിൽ വീണു, കുഴിയുടെ ഉള്ളിൽ പോയി. ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റും ആരും എന്നെ പിടിച്ച് കയറ്റാനൊന്നുമില്ല. സമയം രാത്രി 1 മണിയാണ്. ഒരാളും എന്നെ കാണില്ല, കാരണം ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വീണതും. ഓക്കെ, ഞാൻ കയറുന്ന സമയത്ത് മൊത്തം കയ്യിലൊക്കെ വളരെയധികം ചെറിയ പോറലുകൾ ഉണ്ട്. നല്ല നീറ്റലുള്ള സമയമാണ്. വളരെ ഏകദേശം ഒരു ഡിസംബർ ജാൻ സമയമാണ്. സോ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. പ്രത്യേകിച്ച് അന്ന് ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല സുഖമായിരുന്നു. ഓക്കെ, അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അനീഷേട്ടൻ വിളിച്ചിട്ട് പറയാണ്, നമുക്ക് ഒരു കക്ഷിയെ കിട്ടിയിട്ടുണ്ട്, അടിപൊളി കക്ഷിയാണ്. അദ്ദേഹത്തിന് മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം നമ്മുടെ ഈ ബിസിനസ്സിൽ വളരെയധികം ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യണം, ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് അന്ന് രാവിലെ എന്നെ വീണ്ടും ഫോൺ ചെയ്യാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അനീഷേട്ടൻ്റെ അടുത്ത് പറയാം, അനീഷേട്ടൻ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇന്നലെ രാത്രി വരുന്ന സമയത്ത് ഒന്ന് ഉറങ്ങിയിട്ടില്ല, വേദന കാരണം ഉറങ്ങിയിട്ടില്ല. രാത്രി എത്താനും വൈകിയത് കൊണ്ടും വേദന കൊണ്ടും ഉറങ്ങിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ വീണ സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞാൻ വീണു. അതുകൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, കുളിക്കാൻ വയ്യ, അവിടെ വരെ വരണ്ടേ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം. ബട്ട് എൻ്റെ പ്രയോറിറ്റി എൻ്റെ ഫിസിക്കൽ കണ്ടീഷനല്ല, എൻ്റെ പ്രയോറിറ്റി എൻ്റെ സ്വപ്നങ്ങളാണ്. ഞാൻ അന്ന് രാവിലെ അവിടെ പോയി അവിടെ പോയി പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്താണ് നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും കാണുന്ന വളരെയധികം ആളുകളെ ഇമ്പാക്ട്, വളരെയധികം വെൽനസ് ഓറിയന്റഡ് ആയിട്ടൊക്കെ വളരെ ഇംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ RK തിരൂർ എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങനെയാണ് അന്ന് കണക്ട് ചെയ്തത്. ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് അന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അന്നൊരു പക്ഷേ പ്ലാനിന് പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ, എൻ്റെ സ്വപ്നങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സോ ഫസ്റ്റ് പ്രയോറിറ്റി, ജീവിതത്തിൽ വിജയിക്കണോ, പ്രയോറിറ്റി വെസ്റ്റീജിന് കൊടുക്കൂ.